ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല അതെ, അവൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമ്മുടെ പ്രണയം മുഴുവനും ജയാറിന്റെ മുന്നിൽ മതി കേട്ടോ. കൊല്ലോ അയാള്. അമ്മ വേണ്ട ശരവണ. അമ്മയ്ക്ക് നേരെ ആയുധം വാങ്ങാൻ മടിയില്ലാത്ത മകൻ ഒരു ദിവസം അച്ഛന് നേരെയും ആയുധം എടുക്കും. അന്നേ നിങ്ങൾക്ക് ഇവനെ മനസ്സിലാവൂ. ഈ വളഞ്ഞ വഴി കാണിച്ച് ഇവനെ ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റിയതിന്റെ ദുരന്തം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയൂ. മോനെ ജീവ, നീ ഇതൊന്നും കാര്യാക്കണ്ട. നമ്മൾ ഒന്നിച്ച് ഇവിടെ താമസിക്കും, ആരൊക്കെ എതിർത്താലും. ഹരി, ഹരി, ഹരി. എന്താടോ? എന്താ? അത് എന്റെ കണ്ണിൽ എന്തോ പൊടി പോയി, ഒന്ന് നോക്കി. പൊടിയോ? നോക്ക്. എവിടെ? നോക്കട്ടെ. കണ്ണിലൊന്നും ഇല്ലല്ലോ. കണ്ണിലൊന്നുമില്ല, പക്ഷേ ഇതൊരാള് കാണുന്നുണ്ട്. തിരിഞ്ഞു നോക്കണ്ട, അവിടെ ജയർ നിൽക്കുന്നുണ്ട്. അയാള് കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണിച്ചു കൊടുക്കണം. അതെയോ? നോക്കട്ടെ. ഒരു വലിയ പൊടിയുണ്ടല്ലോ. ഹരി, അല്ല അതെ, കണ്ണില് നോക്കട്ടെ. അല്ല അതെ, അവൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമ്മുടെ പ്രണയം മുഴുവനും ജയാറിന്റെ മുന്നിൽ മതി കേട്ടോ. കൊല്ലോ അയാള്. കൊല്ലാൻ നടക്കുന്നവരെ അങ്ങോട്ട് കൊല്ലുന്നത് ഒരു രസമല്ലേ? പിന്നെ നമ്മള് അന്ന് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന കുറച്ച് സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ നമുക്ക് സൗകര്യം പോലെ അങ്ങ് പോവാം.
നിങ്ങൾക്ക് ഇയാൾ ജയറായിരിക്കാം, പക്ഷേ എനിക്കിയാൾ മനുഷ്യത്വമില്ലാത്ത, കരുണയില്ലാത്ത മൃഗതുല്യനായ ഒരാള് മാത്രമാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, മറ്റുള്ളവരുടെ മനസ്സും അവരുടെ സ്വപ്നങ്ങളും കൊള്ളയടിച്ചും ചവിട്ടി അരച്ചും നടന്ന ഒരാളുടെ വൃത്തികെട്ട ആഘോഷമാണ് ഇവിടെ നടന്നത്. അവളുടെ മുൻപിൽ ആണത്തം കാണിക്കാൻ ചെന്ന് നിന്നാലുണ്ടല്ലോ, കൈ വീശി അടിക്കൂ അവള്. ജീവ, എടാ, ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുത്. ഒരാളോടും നിനക്ക് അതിന്റെ പേരിൽ നിനക്ക് പക ഉണ്ടാവരുത്. എനിക്കെന്ത് പകയാണ് അച്ഛാ? അച്ഛനറിയാലോ, ഞാൻ ആഗ്രഹിച്ചത് നമ്മുടെ കുടുംബത്തിനോട് ഒന്നിച്ചു ചേരാനാ. അച്ഛൻ എനിക്കതിനുള്ള അവസരം ഉണ്ടാക്കി തന്നു. തൽക്കാലം ജ്യോതി ഒഴിച്ച് ബാക്കി ആരും എന്നെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ബട്ട് ഐ എം ഷുവർ പതുക്കെ പതുക്കെ അവർ ഓരോരുത്തരായി എന്നോട് ക്ഷമിക്കാൻ തുടങ്ങും, നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. അല്ലേ അച്ഛാ? തീർച്ചയായും അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ. എന്നെ സ്വീകരിച്ചതുകൊണ്ട് അച്ഛൻ എല്ലാവരെയും ഒന്നും ഒറ്റപ്പെട്ടു അല്ലേ? അത് സാരമില്ല. ചില യാഥാർത്ഥ്യങ്ങളോട് ആളുകൾക്ക് പൊരുത്തപ്പെടാൻ സമയമെടുക്കും. ഈ കാര്യവും അങ്ങനെ തന്നെ. അമ്മയാണ് ഏറ്റവും പ്രധാനം. അവരെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നത് അമ്മയാ. കുറെ കാലം നിങ്ങളൊക്കെ നോക്കിയിരുന്നത് അമ്മ തന്നെയല്ലേ? സുജാതയുടെ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. കിട്ടുന്നവന് അതിന്റെ ഇരട്ടി തിരിച്ചു കൊടുക്കാൻ തോന്നും. ആ, ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി നിന്റെ അമ്മ തിരിച്ചു വരുമായിരിക്കും. അച്ഛന് വല്ലാതെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെ അംഗീകരിക്കാൻ വയ്യാത്ത ആരെയും എനിക്കും അംഗീകരിക്കാൻ പറ്റില്ല. മധുര നൊമ്പരക്കാറ്റ്